ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നത് എന്താണ് ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. അതായത് എങ്ങനെയാണ് ഒരു ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ വളർന്നിട്ട് എറേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അതുപോലെ അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫർമേഷൻ ഡിസ്ക്ലോഷറിൻ്റെ ലാബ്സുകളാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഫസ്റ്റ് ലാബാണ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ലാബ് ആക്സസ് ചെയ്യാം. ഓക്കെ, ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വൾനറബിൾ വേർഷൻ ഓഫ് തേർഡ് പാർട്ടി ഫ്രെയിം. ഓക്കെ, നമ്മുടെ ഈ ഫ്രെയിം വർക്ക്, അതായത് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഈ ഒരു സെർവറിൻ്റെ വേർഷൻ ഇതിനകത്ത് റെസ്പോൺസിൽ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതിനാണ് ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞായിരുന്നു. ഇൻഡയറക്റ്റായിട്ട് അതുപോലെ തന്നെ ഡയറക്റ്റ് ഇമ്പാക്റ്റും ഉണ്ട്. അപ്പം ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റിനകത്ത് വരുന്നതാണ് ഈ പറഞ്ഞ ടെക്നോളജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. അവിടെ എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത്, അത് ഏത് വേർഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഈ നോൺ ഇമ്പാക്റ്റ്, അതായത് ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ജസ്റ്റ് ഇവിടെ നമ്മളോട് പറയുന്നത് ആ ഒരു ഫ്രെയിം വർക്കിൻ്റെ വേർഷൻ നമ്പർ, ആ ഒരു സെർവറിൻ്റെ വേർഷൻ നമ്പർ കണ്ടുപിടിച്ചിട്ട് സബ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതാണ് ആ ഒരു പേജ്. ഞാൻ ജസ്റ്റ് വെബ്സൂട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, വെബ്സൂട്ട് ഓക്കെ, ഇൻട്രസെപ്ഷൻ ഓണാക്കി. എന്നിട്ട് ഞാൻ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുക്കുക. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് എടുത്തു. ഓക്കെ, ഈ പ്രൊഡക്റ്റ് എടുത്തതിൻ്റെ റെസ്പോൺസ്, ഓക്കെ ഓക്കെ ഈ പ്രൊഡക്റ്റിൻ്റെ റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ റെസ്പോൺസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഞാനിത് സെൻഡ് ടു റിപ്പീറ്ററിലോട്ട് കൊടുക്കുവാണ്. ഓക്കെ, റിപ്പീറ്ററിൽ സെൻഡ് ചെയ്ത് നോക്കി. നമുക്ക് നോർമൽ ഒരു പേജ് പോലെയാണ് കാണുന്നത്, കുഴപ്പമൊന്നും കാണുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ന്യൂമറിക്കൽ വാല്യൂ അല്ലേ ഇവിടെ കൊടുത്തേക്കുന്നത്. ഞാനിവിടെ ജസ്റ്റ് ഇത് മാറ്റിയിട്ട് ഒരു ഇൻറ്റീജർ വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ സ്ട്രിങ് ആക്കി കൊടുക്കാൻ പോവാണ്. ഒരു സ്ട്രിങ് വാല്യൂ കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഞാനൊരു സ്ട്രിങ് വാല്യൂ ഇപ്പോൾ കൊടുത്തു. നമുക്ക് എന്നിട്ട് സെൻഡ് ചെയ്ത് നോക്കാം എന്താ എനിക്കും കിട്ടും. ഓക്കെ, ഇന്ത്യയാണ് സെർവർ എറർന്ന് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് എല്ലാം വരുന്നുണ്ടോ എന്ന്. ജസ്റ്റ് നോക്കിയിട്ട് ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് വല്ല വേർഷൻ നമ്പറോ ബേസ്ഡ് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് നോക്കാം. ഓക്കെ, ഇത് നമുക്ക് കിട്ടേണ്ട സാധനം ഇവിടെ വന്നിട്ടുണ്ട്. എന്താണ് ഇത്? റെസ്പോൺസിലൂടെ നമുക്ക് മനസ്സിലായി ഈ ഒരു സെർവർ റൺ ചെയ്യുന്നത് അപ്പാച്ചെ സ്ട്രട്സ് 2.3.31 എന്ന് പറഞ്ഞ വേർഷനാണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഈ ഒരു വേർഷന് ഇഷ്ടംപോലെ വൾനറബിലിറ്റീസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനു മുമ്പേ ഇൻ്റർസെപ്ഷൻ ഒന്ന് ഓഫ് ആയിക്കോട്ടെ. ഇതാണ് ഓക്കെ, അതിനു മുമ്പേ ജസ്റ്റ് ഈ ഒരു നമ്പർ ഒന്ന് ജസ്റ്റ് ഇതാണ്, ഈ ഒരു വെർഷൻ നമ്പറാണ് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. കോപ്പി ചെയ്തു, സബ്മിഷൻ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ലാബ് സോൾവ് ആയി കണ്ടോ. ഓക്കെ, വെർഷൻ നമ്പർ കൊടുത്തു. ഇനി അത് എങ്ങനെയാണ് അതിനെ ഇമ്പാക്റ്റ് ചെയ്യുക, സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ ഒരു വേർഷൻ നമുക്ക് മനസ്സിലായി ഈ ഒരു സെർവർ വർക്ക് ചെയ്യുന്നത് ഈ ഒരു വേർഷനാണെന്ന് പറഞ്ഞു അല്ലേ. ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് പേസ്റ്റ്, നമുക്ക് നെറ്റിൽ തന്നെ പോയി എല്ലാം സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്ത് എക്സ്പ്ലോയിറ്റ് DBയിൽ ഇത് വരുന്നുണ്ട്. അതായത് ഒരു കോഡ് കിട്ടും കണ്ടോ. ഇതിനകത്ത് ഈ പറഞ്ഞ ഈ വെർഷൻസിനുള്ള സ്ട്രസ്സിൻ്റെ ഈ ഒരു വെർഷൻസിനെ നമുക്ക് എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം. റിമോട്ട് കോഡ് എക്സിക്യൂഷൻ RCE എന്ന് പറഞ്ഞ വൾനറബിലിറ്റി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് റിമോട്ടിൽ നമുക്ക് കോഡ് എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റും. ആ കോഡുകൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ മനസ്സിലായത് എങ്ങനെ ഇൻഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ, അതായത് ഇത് ഈ ഒരു കോഡ് കൊണ്ട് ഞാൻ അവിടെ ഇമ്പാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ സിസ്റ്റം ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതാണ് നമ്മൾ ഇതിനകത്ത് ഈ ഒരു ഇൻഫർമേഷൻ ഡിസ്ക്ലോഷറിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ ലാബിൽ നമ്മൾ ഈ അപ്പാച്ചെ സെർവറിൻ്റെ ഇത് കണ്ടപ്പം പറഞ്ഞെന്നുള്ളൂ, വെർഷൻ കണ്ടപ്പം പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലാബ് കാണാം.